ഇതിനകത്ത് ആദ്യമേ തന്നെ അമേരിക്കയുടെ കാര്യം പറഞ്ഞു പോവാം. ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് ഇപ്പം അതിരൂക്ഷമായ രീതിയിൽ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തുടരെ ഈ ഒരു ട്രംപ് ആദ്യമേ തന്നെ ഫെബ്രുവരി 13 മോദിയെ അടുത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു റെസിപ്രോക്കൽ താരിഫിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ അതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് ഇന്ന് നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ, അതിനെക്കുറിച്ച് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഭാവിയെ തുലയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ റെസിപ്രോക്കൽ താരിഫ് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് കാനഡയുടെ ഒരു ഇംപ്രൂവ്മെന്റ് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ വയ്യ. അപ്പൊ ഈ കാനഡ ഇപ്പൊ എന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ, കാനഡ ശക്തമായി റിറ്റാലിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചവർ വേറെ ഒന്നുമില്ല, 155 ബില്യൺ വർത്തുള്ള പ്രോഡക്റ്റ് ആണ് അമേരിക്ക കാനഡയിലോട്ട് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു 155 ബില്യൺ വർത്തുള്ള പ്രോഡക്റ്റിനൊക്കെ കാനഡ 25% താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ ഒന്ന് ചിന്തിപ്പിച്ചത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് ഏറ്റവും കൂടുതൽ ട്രേഡ് വോളിയം ഉള്ള രാജ്യങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് പുള്ളിയുടെ ഒരു മിസ്റ്റേക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഈ ഒരു ഏറ്റവും കൂടുതൽ ട്രേഡ് വോളിയം, അതായത് അമേരിക്കയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആരാണോ കയറ്റി അയക്കുന്നത് അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അവരെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ കുറച്ച് വിഷയങ്ങളുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഓരോ രാജ്യങ്ങളായിട്ട് ഒരു ഡ്യൂറേഷൻ വെച്ച് ഡീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്ട്രാറ്റജിക്കലി ഇത് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ പദവിയിൽ കയറി ഇരുന്ന ഉടനെ ഒറ്റയടിക്ക് എല്ലാ രാജ്യങ്ങളെയും കൂടെ ഇങ്ങനെ താരിഫിൽ ഇടുമ്പോഴത്തേക്കും ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ ഉള്ളിലാണ്. ഇത് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ഉള്ളിൽ ഒരു ഇൻഫ്ലേഷൻ വരും എന്നുള്ളത്. ഇപ്പൊ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചോ, താരതമ്യേന ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക എന്നുള്ളത് ഇന്ത്യൻ പ്രോഡക്റ്റ് ആയിരിക്കും. ഒരു അത്യാവശ്യം ക്വാളിറ്റിയും കുറച്ച് വിലയിൽ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ, കുറച്ച് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ US-ലുള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇന്ത്യൻ പ്രോഡക്റ്റ്. ഇതിനേക്കാളും മെച്ചപ്പെട്ട പ്രോഡക്റ്റുകൾ ഉണ്ടാവും, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഇപ്പൊ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പ്രോഡക്റ്റ് വരും. കാനഡയിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, ചൈനയിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ വരുന്ന രാജ്യങ്ങൾക്കെല്ലാം, എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു സെയിം താരിഫ് ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തിന്റെ പ്രോഡക്റ്റുകൾക്കും അവിടെ പ്രൈസ് കൂടുകയല്ലേ. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻഫ്ലേഷൻ വരും, പ്രൈസ് അങ്ങനെ ഉയരുകയാണ്. ഇത് അമേരിക്കൻ സൊസൈറ്റിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡിയോ ഒരു സർവേയോ ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി മെറ്റീരിയലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനെക്കുറിച്ച് ഒരു ഡീപ് സ്റ്റഡി അനലൈസിസ് ഒന്നും ചെയ്തിട്ടില്ല. അഥവാ അങ്ങനെ ഇൻഫ്ലേഷൻ കൂടുന്നെങ്കിൽ അത് അമേരിക്ക സഹിച്ചോട്ടെ, അത് അങ്ങനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഒരു റിഫോർമേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായിട്ട് നമുക്ക് നന്മ ചെയ്യും, ഇപ്പൊ തൽക്കാലം അത് ദോഷം ചെയ്യുന്നെങ്കിലും എന്നുള്ള നിലപാടാണ് ട്രംപ് എടുത്തത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് സ്റ്റഡി ചെയ്ത് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്ത് ഈ ഒരു എക്കണോമിക് ഇംബാലൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് ഇതിനെ നമുക്ക് വിലയിരുത്താമായിരുന്നു. ഇതിപ്പോ ബ്ലൈൻഡ് ആയിട്ടാണ് ഇതിപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാനിരിക്കുന്നത്. ഇതുകൊണ്ട് കുറെ ഏരിയകളിൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് അമേരിക്കയുടെ ഉള്ളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി മറ്റുള്ള രാജ്യങ്ങൾക്ക്, ഇപ്പൊ ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, മെക്സിക്കോ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു അമേരിക്കയുടെ ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് അഫക്ട് ചെയ്യും, ഇല്ലാന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് അമേരിക്കയുടെ ഉള്ളിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ അർത്ഥം ഈ ട്രംപിന്റെ പോളിസി കൊണ്ട് ഇന്ത്യക്ക് ഒന്നും വരില്ല എന്നുള്ളതല്ല കേട്ടോ. ശരിക്കും നമ്മൾ പറയുന്നത് നമ്മൾ അമേരിക്കയുടെ ഉള്ളിലേക്കുള്ള കാര്യമാണ് നോക്കുന്നത്, അവർക്കുണ്ടാകാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ US-ന്റെ എക്കോണമിയിൽ ഇതൊരു നെഗറ്റീവ് ചലനമായിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് താരിഫോ അല്ലെങ്കിൽ ഒരു റെസിപ്രോക്കൽ താരിഫോ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ രാജ്യത്തേക്കുള്ള ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ച് എപ്പോഴും ആൾക്കാർ കോൺഷ്യസ് ആയിരിക്കും. ബയർ ആയിക്കോട്ടെ സെല്ലർ ആയിക്കോട്ടെ ഇതേ അവസ്ഥ തന്നെയായിരിക്കും എപ്പോഴും തുടരുക. അപ്പൊ അതുകൊണ്ട് ഒരു അൺസർട്ടനിറ്റി അവിടെ നിലനിൽക്കും. ഇത് നമ്പർ 1 ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമുക്ക് UAE-യുമായിട്ടുണ്ടെന്ന് വെച്ചു. അപ്പൊ UAE-ക്ക് നമ്മൾ സാധനങ്ങൾ വളരെ ഫ്രീ ആയിട്ട് കയറ്റി അയക്കുന്നത് പോലെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ ഒരു റാപ്പിഡ് ബൂമിംഗ് ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ താരിഫ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും പ്രോഡക്റ്റിന്റെ സെയിൽ ആയിക്കോട്ടെ എല്ലാം തന്നെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ഇത് എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്ഷീണം ചെറുതായിരിക്കില്ല, അത് നല്ല രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഇത് ഒന്നിനോടൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇൻഫ്ലേഷൻ അതേപോലെ കൂടും. ഇൻഫ്ലേഷൻ കൂടുന്നതുകൊണ്ട് ആൾക്കാരുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ അഡീഷണൽ ആയിട്ട് അവിടെ ഒരു സാധനം മേടിക്കാൻ ചെലവാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം വരെ ഇന്ത്യയിൽ നിന്നും പോയ അരി മേടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പൈസ കൊടുത്താൽ അരി മേടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ സെയിം പ്രോഡക്റ്റിന് തന്നെ കൂടുതൽ ഡോളേഴ്സ് കയ്യിൽ നിന്ന് ചെലവാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സംഭവം സംഭവിക്കും. എന്താണ്? പർച്ചേസിംഗ് പവർ കുറയും. അതായത് ആ രാജ്യത്തിലുള്ള ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറയും.
കാരണം 10 രൂപ വെച്ചിട്ട് 2 പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് 10 രൂപ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ബാക്കി പൈസ പോക്കറ്റിൽ വെക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം മറ്റേ പ്രോഡക്റ്റ് മേടിക്കാൻ പൈസ തികയില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഇൻഫ്ലേഷൻ വരുന്നതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് പവർ കുറയുന്നതായിരിക്കും. പിന്നെ സെക്ടറൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പല പ്രത്യേക തരം മേഖലകൾ. അപ്പൊ എവിടെയാണ് ഈ റെസിപ്രോക്കൽ താരിഫ്, അതേപോലെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റിനാണ് ഈ താരിഫ് കൂടുതലായിട്ട് വരുന്നത്, ആ പർട്ടിക്കുലർ സെക്ടർ അതിനകത്ത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യപ്പെടും. അതായത് ഇപ്പൊ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അതേപോലത്തെ ഈ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അതേപോലെ ഈ ഒരു ഫുഡ് പാക്കിംഗ് അങ്ങനത്തെ ഐറ്റംസ് ആയിക്കോട്ടെ, സ്പെയർ പാർട്സ് മേഖല ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ചില സെക്ടറുകളെ ഇത് പിടിച്ച് തളർത്തും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ചില രാജ്യങ്ങളിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ചില സെക്ടറുകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഫാർമസ്യൂട്ടിക്കലിൽ വളരെ പവർഫുൾ ആണ്. അപ്പൊ ഇന്ത്യക്ക് ഒരു താരിഫ് ഉണ്ടാകുമ്പോഴത്തേക്കും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, ഇങ്ങനെ സെക്ടറൽ വൈസ് ഒരു ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റിറ്റാലിയേഷൻ ഉണ്ടാവും. ഈ റിറ്റാലിയേഷൻ ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പം ഏത് രാജ്യങ്ങൾക്കാണോ ഈ ഏത് രാജ്യങ്ങൾക്കാണോ അമേരിക്ക താരിഫ് ഇട്ട് കൊടുക്കുന്നത്, ആ രാജ്യങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇതിനെ റിറ്റാലിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ചോദ്യം, നമ്മുടെ ഒരു പ്രേക്ഷകർ ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു. അതായത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ചൂസ് ചെയ്തിട്ട്, അതായത് അമേരിക്ക ടാക്സ് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിരിക്കുന്ന ഒരു രാജ്യത്തിനെ ചൂസ് ചെയ്തിട്ട് അതിലൂടെ കയറ്റുമതി ചെയ്തുകൂടെ എന്നൊരു ചോദ്യം വന്നായിരുന്നു. ചോദ്യമൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്നും എത്രയും പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കുള്ള ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇതിനൊക്കെ ഡേറ്റ ഉണ്ട്. അപ്പൊ ആ ഡേറ്റയിൽ ഇന്ത്യയുടെ ട്രേഡ് വോളിയം ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ട്രേഡ് വോളിയം വെച്ചുകൊണ്ട് വേറൊരു രാജ്യത്തിന് ഫേക്ക് ആയിട്ട് ട്രേഡ് വോളിയം ഉള്ളതായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു ട്രേഡ് വോളിയം എന്ന് പറഞ്ഞാൽ അത് വളരെ ഹൈ ആണ്. ഇങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രേഡ് വോളിയം ഉള്ള ഒരു ബിസിനസിനെ എടുത്തുകൊണ്ട് വേറൊരു രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാര്യം. വേറൊന്നുമില്ല, ആ രാജ്യത്ത് നിന്ന് ഇപ്പൊ ഇന്ത്യക്കാളും, അതായത് ഒരു രാജ്യത്തിന്റെ ഇത്രയും നാളുമുള്ള ഒരു ട്രേഡ് വോളിയം ഉണ്ടാവുമല്ലോ, ആ ട്രേഡ് വോളിയമിനേക്കാളും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രേഡ് വോളിയം അവിടെ റിഫ്ലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ റിവീൽ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഹ്യൂജ് ആണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വോളിയം എന്നുള്ളത്. രാജ്യത്തിനും ഒരു ഗ്രോത്ത് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആ രീതിയിൽ ആ രാജ്യത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. കാരണം ബേസിക് സപ്ലയർ നമ്മളാണ്. അപ്പൊ ആ ഗ്രോത്ത് നമുക്ക് വരികയും, പക്ഷെ അതേസമയം ഈ ട്രേഡ് വോളിയം എല്ലാം വേറൊരു രാജ്യത്തുമായിട്ട് കാണിക്കും. അപ്പൊ അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന രാജ്യമായിട്ട് ആ തേർഡ് പാർട്ടി രാജ്യമായിരിക്കും വരിക. ഇന്ത്യ ഒരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷെ അവിടെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ബൈ ഡിഫോൾട്ട് അവിടെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും, ഡോക്യുമെന്റേഷൻ ചെക്ക് ചെയ്യപ്പെടും, വെരിഫിക്കേഷൻ നടക്കും, പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യപ്പെടും. പിന്നെ അതൊരു ചീറ്റിംഗ് ആയിട്ട് തന്നെ കരുതപ്പെടും. നമുക്ക് അങ്ങനെ മൂന്നാമത് രാജ്യത്തിനെ ഇടപെടുത്തി ചെയ്യാൻ പറ്റത്തില്ല എന്നില്ല, ചെയ്യാൻ പറ്റും. പക്ഷെ ലീഗലിയേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടേ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ പ്രോഡക്റ്റ് ശ്രീലങ്ക മേടിച്ച് അയക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വരുത്താം. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് മാൽഡീവ്സ് ത്രൂ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് നേപ്പാൾ ത്രൂ പോകുന്നു, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരുത്താം. പക്ഷെ അത് ഈ രീതിയിലേ വരുത്താൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ബിൽ ഓഫ് എൻട്രി, ഈ ഒറിജിൻ ഓഫ് മാനുഫാക്ചറിങ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് ക്ലിയറൻസ് ഒക്കെ നടക്കുന്നത്. കസ്റ്റംസിൽ നമ്മൾ വെറുതെ അങ്ങ് ഒരു ബില്ല് കൊടുത്ത് അങ്ങ് പാസ്സാക്കല്ല. ഇതിന് ബിൽ ഓഫ് എൻട്രി ഉണ്ട്, ബിൽ ഓഫ് എക്സിറ്റ് ഉണ്ട്, അതുപോലെ എക്സിറ്റ് ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എക്സാക്ട്ലി പാസ് ഒക്കെ ഇട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത്, കാരണം ഈ കസ്റ്റംസ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കാന്നുള്ളതല്ല. അതിലുപരിയായിട്ട് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇല്ലീഗൽ പ്രോഡക്ട്സുകൾ ഉണ്ടോ, വേറെ എന്തെങ്കിലും മാരകമായ സാധനങ്ങൾ കടത്തുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ഒബ്ലിഗേഷൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് മറ്റുള്ള രാജ്യങ്ങളെ ഇടപെടുത്താൻ പരിമിതികളുണ്ട്. നമ്മുടെ ട്രേഡ് വോളിയം വളരെ കൂടുതലാണ്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തേർഡ് പാർട്ടി അപ്രോച്ച് ചെയ്ത് അയക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് സാങ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു കമ്പനി നമുക്ക് വേണമെങ്കിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിന് പകരം വേറെ പുതിയൊരു കമ്പനി ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് അത് ത്രൂ ബിസിനസ് ചെയ്യാം. നമ്മുടെ എൻറ്റയർ എക്സ്പോർട്ട് നമുക്ക് അങ്ങനെ ഒരു തേർഡ് പാർട്ടി കൺട്രിയെ വെച്ചിട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോ തീർച്ചയായിട്ടും നമ്മൾ വിഴിഞ്ഞം തുറന്നു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ ട്രാൻസ്ഷിപ്മെന്റും ശ്രീലങ്കയിൽ തന്നെ നടത്തിയാൽ പോരെ? ആ പോർട്ട് യൂസേജിനുള്ള ഫീ മാത്രം കൊടുക്കണം. നമ്മൾ തുറന്നു വെച്ചിരിക്കുന്നത് ഈ പോർട്ട് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വേറൊരു തരത്തിലുള്ള അഡീഷണൽ എക്സ്പെൻസസ് ഇന്ത്യക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ ആ രാജ്യമായിരിക്കും, അമേരിക്ക ആയിക്കോട്ടെ, അതേപോലെ ഏത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ഏത് രാജ്യം ത്രൂ ആണോ ട്രേഡ് ചെയ്യുന്നത് ആ രാജ്യവുമായിട്ടായിരിക്കും ഒരു ട്രേഡ് അക്കൗണ്ടബിലിറ്റി വരിക. അപ്പൊ അത് ഇന്ത്യക്ക് അത് ദോഷം ചെയ്യുന്നതാണ് ഭാവിയിൽ. അതുപോലെ തന്നെ ഈ ഫെന്റനൈൽ എന്ന് പറഞ്ഞ ഒരു മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഒരു റിറ്റാലിയേഷൻ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും ഈ മരുന്ന് തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പേരിൽ ഒരു അലിഗേഷൻ ആയിട്ടാണ് അത് ചൈന അതിനെ വിലയിരുത്തുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചൈന സപ്ലൈ ചെയ്യുന്നത് റോ മെറ്റീരിയൽ ആണ്. ചൈന ഈ മെഡിസിൻ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോശപ്പെട്ട കാര്യത്തിന് ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ പ്രശ്നം. അതിന്റെ ഒരു പ്രശ്നം ഇത് ഡ്യുവൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. കാരണം ഈ ഒരു മരുന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു സർജറി അഥവാ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ബോധം കെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പൊ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലുള്ള ഒരാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ രീതിയിലാണ് കരുതപ്പെടുക.
മീൻസ് അതിന്റെ യൂസേജ് മിസ്യൂസ് ചെയ്യാണ്. ഉള്ളത് ഡ്യുവൽ പർപ്പസ് ഉള്ള ഒരു മെഡിസിൻ ആയതുകൊണ്ടാണ് ഇത് കിട്ടാതിരിക്കുന്നതും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം. അതായത് മെഡിക്കൽ ഫീൽഡിൽ ഇത് വളരെ അത്യാവശ്യമാണ് ഈ മരുന്ന്. ഈ പൊതുജനങ്ങളുടെ ഇടയിൽ സാധാരണയും പനിക്കുള്ള മരുന്ന് പോലെയൊക്കെ ഇത് അങ്ങ് വിറ്റഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല എന്നുള്ളതാണ് കാര്യം. ചൈന ആണെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ ഈ റോ മെറ്റീരിയൽ തൊട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് റഷ്യ ഉക്രൈൻ പീസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഇന്നൊരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. യുഎസിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു. ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിച്ചു. പക്ഷെ വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. എന്തായാലും ഉക്രൈന്റെ ടീം അവരൊരു നിലപാടിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു പീസ് ഡീലിന് തയ്യാറാണ്. പക്ഷേ ഈ നെഗോസിയേഷൻ എന്ന് പറയുന്നത് റഷ്യയോട് സംസാരിക്കുന്ന അത്ര എളുപ്പമല്ല ഉക്രൈൻ ടീമുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഒരു മീഡിയേഷൻ ടോക്ക് ഗോയിങ് ഓൺ, അത് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു ഇസ്രായേലിന്റെ, അതായത് ഈ ആദം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വിട്ട് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഹമാസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തല്ലോ. അതുമായിട്ട് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം അമേരിക്കൻ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഒരു നെഗോസിയേഷൻ നടത്തിയാലോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച ഇസ്രായേലുമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ഇസ്രായേൽ ഒരു കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് ഇപ്പൊ ഒരു സീസ് ഫയർ ഒക്കെ നിർത്തി, ഈ ഒരു 42 ദിവസത്തെ ഫസ്റ്റ് ഫേസ് സീസ് ഫയർ ഒക്കെ നിർത്തി അങ്ങോട്ടും ഒരു ചർച്ചയൊന്നും ഇല്ലാത്തൊരു അവസരത്തിൽ ഇതിങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇതൊരു വയലേഷൻ ആയിട്ടാണ് കരുതുന്നത്. അതായത് അമേരിക്ക കാണിച്ച ഒരു വയലേഷൻ ആയിട്ടാണ് ഇത് കരുതുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് റോൺ ഡെർമർ, അതേപോലെ നെതന്യാഹു ഉൾപ്പെടെ നെസറ്റിൽ നിന്ന് തന്നെ ഇതിനെ എതിർത്ത് ഒപ്പീനിയൻ വന്നിട്ടുണ്ട് അമേരിക്കക്കെതിരെ. ഇതുപോലത്തെ പ്രവർത്തികൾ ശരിക്കും ഈ ഒരു സീസ് ഫയർ ഡീലിനെ കൊലാപ്സ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മാറിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ കാര്യമാണ്. അതായത് ഏതൊരു കൺസെന്റ്, പ്രീ കൺസെന്റ്, അതായത് ഒരു ബാക്ക് ഡേറ്റഡ് കൺസെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്ന് പുതുക്കിയിട്ട് വേണം, അതിനെ ഒന്ന് റിന്യൂ ചെയ്തിട്ട് വേണമായിരുന്നു പോയി സംസാരിക്കാൻ. ഇത് ഒരു മീഡിയ ലീക്ക് ചെയ്തത് കൊണ്ടാണ് ഈ വിഷയം പുറത്തു വന്നത്. അപ്പൊ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ബാക്ക് ഡോറിൽ പോയിട്ട് നെഗോസിയേഷൻ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ലായിരുന്നു. അത് തന്നെയാണ് ഇസ്രായേൽ ഇന്ന് വളരെ ശക്തമായിട്ട് തന്നെ അതിനെ എതിർത്ത് സംസാരിച്ചത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു ബന്ദികളെ എത്രയും വേഗം മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി ആയിട്ട് കരുതുന്നത്. അപ്പൊ അത് രണ്ടു കൂട്ടർക്കും അത് തന്നെയാണ് എയിം. ഹമാസ് ഇപ്പൊ അത് നിരസിച്ച അവസ്ഥയിൽ ഇപ്പൊ രണ്ടുപേർക്കും ഒരേ ഓപ്ഷൻ തന്നെയാണ് ഉള്ളത്. ഇപ്പം ഈ അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും അവർ ഏത് തരത്തിൽ ബാക്ക് ടു ബാക്ക്, സെപ്പറേറ്റ്, ക്ലോസ് ഡോർ ഇങ്ങനെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്താലും പെർമനന്റ് സീസ് ഫയർ നടത്താതെ ബന്ദികളെ വിട്ടുതരാൻ പറ്റില്ല എന്നാണ് ഹമാസ് പറഞ്ഞതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പിന്നെ ഇസ്രായേൽ സെപ്പറേറ്റ് നെഗോസിയേഷനോ US സെപ്പറേറ്റ് നെഗോസിയേഷൻ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് വേറെ ഒറ്റ മാർഗമേ ഉള്ളൂ, അടിച്ച് തകർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് സെർച്ചിൽ ഇറങ്ങുക. പിന്നെ ജീവനോടെ ഉള്ളവർ കിട്ടും, മരിക്കുന്നവർ മരിക്കും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ എത്ര കാലം ഇങ്ങനെ ഒരു ഹോസ്റ്റേജിനെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്പിനും മില്ലിനും അടുക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.